നിങ്ങൾ ജയിച്ചിട്ട് എന്തുണ്ടാക്കാനാണ്? ഈ ചോദ്യം ഇടതുപക്ഷം ആദ്യമായി നേരിട്ടത് ഇന്നല്ല, 2004-ലാണ്. ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ കക്ഷികളും ഇടതുപക്ഷത്തോട് ചോദിച്ചത് ലോക്സഭയിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്തിനാണ് എന്നായിരുന്നു. ഇടതുപക്ഷത്തെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവർക്ക് ഒന്നാം UPA സർക്കാരിന്റെ ചരിത്രം പഠിക്കുക എന്നേ മറുപടി പറയാനുള്ളൂ. സംഘപരിവാർ നിയന്ത്രിച്ച വാജ്പേയി സർക്കാരിന്റെ ഭരണത്തുടർച്ച രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് 2004-ൽ UPA രൂപീകരിക്കാൻ ഇടതുപക്ഷം മുന്നിട്ടിറങ്ങുന്നത്. സംഘപരിവാർ സഖ്യം 181 സീറ്റിലും കോൺഗ്രസ് സഖ്യം 218 സീറ്റിലും ഒതുങ്ങി. സംഘപരിവാരത്തെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന CPIM ജനറൽ സെക്രട്ടറിയാണ് 62 ഇടതുപക്ഷ MPമാരുടെ പിന്തുണയും പ്രഖ്യാപിച്ച് ഒന്നാം UPA സർക്കാർ ഉണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. 2004-ൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20 പേരിൽ 19 പേരും ഇടതുപക്ഷ അംഗങ്ങളായിരുന്നു. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പിന്തുണ എന്നതായിരുന്നു CPIMന്റെ ഏക പിടിവാശി. ഈ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും ഇടതുപക്ഷം വ്യക്തമാക്കി. പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നയങ്ങൾ ആവിഷ്കരിച്ച UPA സർക്കാർ സാധാരണക്കാരനെ പരിഗണിക്കുന്ന നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം, ഭൂമി ഏറ്റെടുക്കൽ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വിവരാവകാശ നിയമം തുടങ്ങിയ പദ്ധതികളെല്ലാം ഇടതുപക്ഷം മുന്നോട്ട് വച്ച പൊതു മിനിമം പരിപാടിയിലെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. 2004 elections in Delhi, and many of the progressive legislations, pro-people legislations that came into existence in the UPA-1 government were due to the presence and the pressure of the left. From the right to information, to right to rural employment guarantee, to the right to the tribals to forest land, to right to food security, to right to education. All these, many others have come due to the pressure. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിന്നും വിഭിന്നമായ ഇടതുപക്ഷ നിലപാടുകളാണ് ഈ പദ്ധതികളിൽ പ്രതിഫലിക്കുന്നതെന്ന് അന്നേ വിശകലനമുണ്ടായിരുന്നു. CPIMന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വിശകലനം ചെയ്തതിനു ശേഷം ഒന്നാം UPA സർക്കാരിന്റെ പൊതു മിനിമം പരിപാടി കൂടി വിലയിരുത്തിയാൽ ഇത് വ്യക്തമാകും. സംഘപരിവാരത്തെ കേന്ദ്ര ഭരണത്തിൽ നിന്ന് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച 2004-ൽ കേരളത്തിൽ നിന്നും ഒരൊറ്റ കോൺഗ്രസ് MP പോലും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസുമായി നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ ഇടതുപക്ഷം മുന്നിട്ടിറങ്ങിയത് ഒരൊറ്റ കാരണത്താലാണ്: കാവ്യഭരണം അവസാനിപ്പിക്കാൻ. ഒന്നാം UPA സർക്കാരിന്റെ ജനപ്രിയതയിൽ ഭരണത്തുടർച്ച ലഭിച്ച രണ്ടാം UPA സർക്കാർ അഴിമതിയുടെ കുണ്ടിൽ വീണ് പുതിഞ്ഞ് വീണ്ടും സംഘപരിവാറിന് അധികാരം തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചുവെന്ന് വർത്തമാന വിഷയങ്ങൾ കൂടി പരിഗണിച്ച് വിലയിരുത്തപ്പെടണം. ഒന്നാം UPA സർക്കാരിന് ലഭിച്ച ഭരണത്തുടർച്ചയും തിരുത്തൽ ശക്തിയായി ഇടതുപക്ഷമില്ലാതിരുന്ന രണ്ടാം UPA സർക്കാരിന്റെ അഴിമതിയിൽ മുങ്ങിയ ഭരണം കൂടി ഓർമ്മിച്ചു വേണം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച ഇടതുപക്ഷത്തിന്റെ നിലപാട് വായിച്ചു പോകാൻ. കോർപ്പറേറ്റ് ദാസ്യത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഭരണം രാജ്യത്തെ സാധാരണക്കാരന് ദുരിതം വിതയ്ക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെയാണ് എന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവരെ താഴെ ഇറക്കിയാൽ അധികാരത്തിൽ വരേണ്ടത് നിർബന്ധമായും ഒരു ബദൽ സംവിധാനമാണ്. ബദൽ എന്ന് പറയുമ്പോൾ നാം പേര് മാറിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നോർക്കണം. പേരുമാറ്റം നാം നേരത്തെയും അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബദൽ നയം വേണം. ആ ബദൽ നയത്തോടു കൂടി ഒരു ഗവൺമെന്റ്, ഒരു സെക്കുലർ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരണം.